നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ അബുദാബിയിലെ സാധ്യ വ്യവസായ മേഖലയ്ക്ക് സമീപം രണ്ടിടത്ത് വൻ തീപിടുത്തം. യുടെ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകൾ തകർത്തുവെങ്കിലും അവയുടെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. ആക്രമണത്തിൽ 5 ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. ഇവരെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ സിവിൽ ഡിഫൻസ് വിഭാഗം തീ പൂർണ്ണമായും അണച്ചതായും മേഖലയിലെ സ്ഥിതിഗതികൾ നിയന്ത്രണാവിധേയമാണെന്നും അധികൃതർ അറിയിച്ചു. മിസൈൽ ആക്രമണം പ്രതിരോധിച്ചെന്നും അവശിഷ്ടങ്ങൾ വീണാണ് 5 പേർക്ക് പരിക്കേറ്റതെന്നും അബുദാബി മീഡിയ ഓഫീസ് അറിയിച്ചു. മധ്യ ഇറാനിലെ ഖണ്ടാബ് യുറേനിയം സംസ്കരണ പ്ലാന്റിൽ ഇസ്രായേൽ ബോംബിട്ട ആളപായമോ ആണവ വികിരണ ഭീഷണിയോ ഇല്ല എന്ന് ഇറാൻ വ്യക്തമാക്കി. എന്നാൽ തിരിച്ചടിയായി യുഎസിന്റെയും ഇസ്രായേലിന്റെയും വ്യവസായ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന ഭീഷണി മുഴക്കിയിരുന്നു. ഇതിന് പിന്നാലെ സൗദി അറേബ്യയിലെ യുഎസ് സൈനിക കേന്ദ്രത്തിന് ഇറാൻ ആക്രമണം നടത്തി. നിരവധി ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും സൈനിക വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തുവെന്നാണ് വിവരം. ഇറാനിൽ ഉടൻ അമേരിക്ക ആണവായുധം പ്രയോഗിക്കാനുള്ള സാധ്യത ഏറുകയാണ്. ഒരേ സമയം സൗദിയെയും ഇസ്രായേലിനെയും ബഹ്റൈനെയും ഉൾപ്പെടെ രാജ്യങ്ങളെ ഇറാൻ തലങ്ങും വിലങ്ങും ആക്രമിക്കുന്ന സാഹചര്യത്തിൽ ഇറാനെതിരെ ഒറ്റക്കൈ പ്രയോഗമായാണ് ആണവായുധം പ്രയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. കീഴടങ്ങാൻ ഒരുക്കമല്ലെന്നും അമേരിക്കയുടെ നിബന്ധനകൾ പാലിക്കാൻ പറ്റില്ലെന്നും അമേരിക്ക നിലപാട് സ്വീകരിച്ചതോടെ പശ്ചിമേഷ്യയിൽ ഭയാനകമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. വെടിനിർത്തൽ നടപ്പാക്കാൻ യുഎസിന് മുന്നിൽ കർശന നിബന്ധനകൾ ഇറാൻ വെച്ചിരിക്കുകയാണ്. ഗൾഫ് മേഖലയിലുള്ള എല്ലാ അമേരിക്കൻ സൈനിക താവളങ്ങളും പൂർണ്ണമായും അടച്ചുപൂട്ടുക എന്നതാണ് ഇതിൽ പ്രധാനം. ഇറാൻ ഭീഷണിയായി കാണുന്നതാണ് ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെല്ലാം. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനും ഹോർമൂസിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് ഫീസ് ഈടാക്കാനുമുള്ള അധികാരം നൽകണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹോർമൂസിന്റെ പൂർണ്ണ നിയന്ത്രണം വേണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. ഇറാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാ സാമ്പത്തിക ഉപരോധങ്ങളും പിൻവലിക്കുക, യുദ്ധം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം നൽകുക, ഹിസ്ബുള്ളക്കെതിരായ ഇസ്രായേലിന്റെ സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയവയാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാന നിർദ്ദേശങ്ങൾ. ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി 5 വർഷത്തേക്ക് നിർത്തിവെക്കണമെന്നാണ് ഇറാനു മുന്നിൽ അമേരിക്ക വെച്ചിരിക്കുന്ന പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്ന്. യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ അളവ് കുറയ്ക്കുകയും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പരിശോധനകൾ അനുവദിക്കുകയും ചെയ്യുക, ഹിസ്ബുള്ള, ഹമാസ് തുടങ്ങിയ ഗ്രൂപ്പുകൾക്കുള്ള ധനസഹായം നിർത്തലാക്കുക തുടങ്ങിയ കർശന നിബന്ധനകളാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. അതിനിടെ കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. ഇന്നലെ രാത്രി സൗദിയിൽ വിവിധയിടങ്ങളിൽ ഇറാൻ മിസൈൽ വർഷം നടത്തിയിരുന്നു. ഇന്ധന ടാങ്കിന് തീപിടുത്തമുണ്ടായെങ്കിലും ആളപായം ഉണ്ടായില്ല. അതേസമയം കിഴക്കൻ പ്രവിശ്യയിലേക്ക് വന്ന ബാലിസ്റ്റിക് മിസൈലുകളെയും ഡ്രോണുകളെയും ഫലപ്രദമായി തടഞ്ഞതായി സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം തുടരുകയാണ്. വ്യോമ പ്രതിരോധം ഭേദിച്ചെത്തിയ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ച 2 ഇസ്രായേൽ നഗരങ്ങളിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. ഇതിൽ 80ഓളം പേർക്ക് പരിക്കേറ്റു. ലിറ്റിൽ ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡിമോളയിലാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇസ്രായേലിന്റെ രഹസ്യ ആണവ നിലയത്തിന് നെവാറ്റിയം വ്യോമതാവളത്തിനും സമീപത്തുള്ള പ്രദേശമാണ് ഡിമോണ. മഹാരാഷ്ട്രയിൽ നിന്ന് കുടിയേറിയ ഇന്ത്യൻ ജൂതർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ഇത്. ഏകദേശം 7500 ജൂതർ ഇവിടെ താമസിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഹീബ്രു ഭാഷയ്ക്കൊപ്പം മറാഠിയും സ്വാഭാവികമായി സംസാരിക്കുന്ന ഡിമോണയിൽ മധുരപലഹാരങ്ങൾ വിൽക്കുന്ന ഒട്ടേറെ തെരുവ് കച്ചവടക്കാരുണ്ട്. രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളിൽ ഒന്നാണ് ഡിമോണ. റഡാർ സംവിധാനങ്ങൾ, ഇന്റർസ്പെക്ടർ തുടങ്ങിയ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ അവിടെയുണ്ട്. അതിനെ മറികടന്ന് ഇറാന്റെ മിസൈൽ ഡിമോണയിൽ പതിച്ചതാണ് സൈന്യത്തെയും ഭരണകൂടത്തെയും അസ്വസ്ഥമാക്കിയിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും വീഴ്ച സംഭവിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. ഡിമോണയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് ആണവ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇറാന്റെ നദാൻസ് ആണവ നിലയം ആക്രമിച്ചതിന്റെ തിരിച്ചടിയാണ് ഡിമോണയ്ക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണം. അതേസമയം ഉടൻ ഹോർമൂസ് കടലിടുക്ക് തുറക്കില്ലെന്ന ഇറാന്റെ വൈദ്യുത നിലയങ്ങൾ പാടെ തകർക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. യുദ്ധതീവ്രത കുറച്ചുകൊണ്ടുവരാൻ ആലോചിക്കുന്നതായി പറഞ്ഞതിന്റെ പിറ്റേന്നാണ് ട്രംപിന്റെ പ്രധാനമായ നിലപാട് മാറ്റം. ഹോർമൂസ് പൂർണ്ണമായി അടച്ചിടുമെന്ന് ഇറാൻ തിരിച്ചടിച്ചതോടെ യുദ്ധം കുടുങ്ങുമെന്ന് തീർച്ചയാണ്.
ഇറാന്റെ എണ്ണപ്പാടങ്ങളും വൈദ്യുതി നിലയങ്ങളും ആക്രമിച്ചാൽ അമേരിക്കയുടെ സഖ്യകക്ഷികളുടെയും എല്ലാം ഊർജ്ജോത്പാദന കേന്ദ്രങ്ങളും വാർത്താവിനിമയ സംവിധാനങ്ങളും കടൽ ജല ശുചീകരണ കേന്ദ്രങ്ങളും ആക്രമിക്കുമെന്ന് ഇറാനും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ബഹ്റൈനെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ UAE സായുധ സേനയിലെ മൊറോക്കൻ സിവിൽ കോൺട്രാക്ടർ ഇന്നലെ കൊല്ലപ്പെട്ടു. സംഭവത്തിൽ നിരവധി ബഹ്റൈൻ UAE സൈനികർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. ഇറാന്റെ വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ പങ്കുചേരുന്നതിനിടെയാണ് മരണം. അതേസമയം ഗൾഫ് രാജ്യങ്ങൾക്ക് പ്രതിരോധ കവചമൊരുക്കാൻ ബ്രിട്ടൻ സൈനിക സഹായം പ്രഖ്യാപിച്ചതും മറ്റൊരു പ്രധാന നീക്കമായി. ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾക്ക് ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അടിയന്തരമായി എത്തിക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ അറിയിച്ചു. കുവൈത്തിൽ ഡ്രോണുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള റാപ്പിഡ് സെൻട്രൽ സംവിധാനം വിന്യസിക്കുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ അറിയിച്ചു. US, ഇസ്രായേൽ പക്ഷ രാജ്യങ്ങളിലെ തുറമുഖങ്ങളിൽ നിന്നോ തിരിച്ചോ ഉള്ള കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ കടത്തിവിടില്ല എന്ന് ഇറാൻ സേനാ വിഭാഗമായ റവല്യൂഷണറി ഗാർഡ് പ്രഖ്യാപിച്ചിരുന്നു. അതിനിടെ ഹോർമൂസ് കടലിടുക്കിലൂടെ ചരക്കു കപ്പലുകൾ ഇറാൻ സേനാ വിഭാഗമായ റവല്യൂഷണറി ഗാർഡിന്റെ അനുമതിയോടെ മാത്രം കടത്തിവിടുന്ന സംവിധാനത്തിലേക്ക് ഇറാൻ കടന്നുവെന്ന് റിപ്പോർട്ടുണ്ട്. കപ്പലുകളിൽ നിന്ന് പണം ഈടാക്കിയെന്ന് ആക്ഷേപം ഉയരുന്നു. സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം മാത്രം കപ്പലുകൾ കടത്തിവിടുന്ന സംവിധാനം ഏർപ്പെടുത്തിയതായി ഇറാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ സമുദ്ര ഗതാഗതം അതോറിറ്റിയായ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ചൊവ്വാഴ്ച അറിയിച്ചിട്ടുണ്ട്. കപ്പൽ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള മുൻകരുതൽ നടപടിയാണിതെന്നും വിശദീകരിച്ചിരിക്കുന്നു. ഇതിനായി ചരക്കു കപ്പലുകൾ ഇറാന്റെ സമുദ്ര മേഖലയിൽ പ്രവേശിച്ച് സേനയുടെ അനുമതി വാങ്ങിയ ശേഷമാണ് ഹോർമൂസ് കടലിടുക്കിലേക്ക് തിരിക്കേണ്ടത്. ടോൾ ബൂത്തിന് തുല്യമായ സമ്പ്രദായമാണ് ഇത്. യുദ്ധം ആരംഭിച്ച ശേഷം ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള രാജ്യാന്തര ഗതാഗതം 90% കുറഞ്ഞു. മാർച്ച് 1 ശേഷം എണ്ണ ടാങ്കറുകളും ചരക്കു കപ്പലുകളും അടക്കം 150 കപ്പലുകൾ മാത്രമാണ് കടന്നുപോയതെന്ന് കപ്പൽ ഗതാഗതം നിരീക്ഷിക്കുന്ന ഏജൻസിയായ ലോയിഡ്സ ലിസ്റ്റ ഇന്റലിജൻസ് പറയുന്നു. യുദ്ധത്തിന് മുൻപ് പ്രതിദിനം നടന്നിരുന്ന ഏകദേശ ഗതാഗതമാണ് ഇത്. അതേസമയം ഖാർഗു ദ്വീപിലെ ടെർമിനലിൽ നിന്ന് ഇറാന്റെ ക്രൂഡ് കയറ്റുമതി തടസ്സമില്ലാതെ യുദ്ധകാലത്തും തുടരുന്നുണ്ട്. ഇറാനെതിരെയുള്ള പാശ്ചാത്യ ഉപരോധം വകവെക്കാത്ത ചൈനയിലെ റിഫൈനറികളിലേക്കാണ് ഇതിലേറെയും പോയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ കടത്തിവിട്ട പല കപ്പലുകൾക്കും ഫീസ് ചുമത്തിയെന്നാണ് ലോയിഡ് ഇന്റലിജൻസ് ആരോപിക്കുന്നത്. നയതന്ത്ര സമ്മർദ്ദങ്ങളുടെ ഫലമായും ചില കപ്പലുകൾ കടന്നുപോയി. ഇന്ത്യയിലേക്കുള്ള 2 LPG കപ്പലുകൾ കടന്നുപോയത് ഇങ്ങനെയാണ്. ടോൾ ബൂത്ത് സംവിധാനം സ്ഥിരമാക്കാനാണ് ഇറാൻ നീക്കമെന്നും ഇത് രാജ്യാന്തര നിയമലംഘനമാണെന്നും ഗൾഫ് ഓപ്പറേഷൻസ് കൗൺസിൽ അറിയിച്ചു. കപ്പലുകൾക്ക് ഫീ ചുമത്തിയതിനുള്ള നിയമനിർമ്മാണം പുരോഗമിക്കുന്നതിനായി കഴിഞ്ഞ ദിവസം ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം ഗൾഫ് മേഖലയിൽ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്നലെ ഗൾഫ് സഹകരണ കൗൺസിൽ യോഗം ചേർന്നിരുന്നു. സമാധാനത്തിന് മുൻഗണന നൽകുന്ന നിലപാട് ഉറച്ചു നിൽക്കുന്നുവെന്നാണ് അധികൃതർ പ്രഖ്യാപിച്ചത്. What?